ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ക്രിസ്മസ് ഒക്കെ അടുത്ത് വന്നല്ലേ. അപ്പോൾ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഈ കേക്ക് ഞാനൊരു മിക്സിയിലിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്ററില്ലാത്തവർക്കും ചെയ്യാം കേട്ടോ. ഇത് ചെയ്യുന്നത് മുൻപ് 1 മാസം മുൻപെങ്കിലും നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഏതെങ്കിലും ഒരു ആൽക്കഹോളിൽ അല്ലെങ്കിൽ വൈനിലോ ഒഴിച്ച് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കേണ്ടതാണ്. 1 വർഷം വരെയൊക്കെ വെക്കാവുന്നതാണിത്. 1 മാസം മുൻപെങ്കിലും ചെയ്തിരിക്കണം. അതിനെക്കുറിച്ച് കുറേ വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഉണ്ട് കേട്ടോ. ഏതെങ്കിലും നിങ്ങളത് നോക്കി അതുപോലെ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ 1 മാസം മുൻപിട്ട് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിൽ കാഷ്യൂ നട്ട്സ് ഉണ്ട്, ബദാം, ഈന്തപ്പഴം, കിസ്മസ്, ഉണക്കമുന്തിരി, ഇത്രയൊക്കെ ഉള്ളൂ. ഏത് കപ്പാണോ നമ്മൾ എടുക്കുന്നത് മെഷർ ചെയ്യാൻ അതേ കപ്പിൽ വേണം എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ് എടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലിട്ട് ചൂടായിട്ട് കാരമലായിട്ട് വരുന്നത് വരെ വെച്ച് കൊടുക്കാം. ഇത് സ്പൂണിട്ടൊന്നും ഇളക്കാൻ നിൽക്കണ്ട. നല്ലതുപോലെ കളർ മാറണം, പക്ഷേ കരിയാനും പാടില്ലേ. അതേസമയം നമുക്ക് 1 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഈ പാത്രം ഇങ്ങനെ പിടിച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ പഞ്ചസാര നല്ലതുപോലെ കളർ മാറി വരുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് തിളപ്പിച്ച വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് സൂക്ഷിക്കണം, കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. 1 കപ്പ് വെള്ളം ഒഴിച്ച് ആ വെള്ളം 1 കപ്പ് എന്ന വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. 1/2 കപ്പ് വരെ വറ്റിച്ചെടുക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് പകുതിയാകുന്നത് വരെ അടുപ്പിൽ വെച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുന്നത്. സ്പൈസസിന് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ട, 5 ഏലയ്ക്ക, 6 ഗ്രാമ്പു, കുറച്ച് ജാതിക്ക. ഇത് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവുന്നതായിരിക്കും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദ, 1 കപ്പിൻ്റെ അളവ് 240 ml ആണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് അരിച്ചെടുക്കാം. « 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഞ്ചസാരയല്ലേ ഉപയോഗിക്കുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ ശർക്കരയോ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ശർക്കര ചീകിയെടുത്തത് 1/2 കപ്പ്. ഇവിടെ ഞാൻ മുട്ട മഞ്ഞയും വെള്ളയും വേർതിരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ബട്ടർ 100 ഗ്രാം ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ഇതിലേക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി 3 മുട്ട ചേർത്ത് കൊടുക്കാം. 3 മുട്ട ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്. അതൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ പൊടിച്ച സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 2 ടിന്നിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ചെറിയ ടിന്നാണ് ഉണ്ട്, അതുകൊണ്ടാണ് 2 ടിന്നിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. കുക്കറിലിട്ട് ഒരു 30 മിനിറ്റോളം ഏകദേശം വേണ്ടി വരും. കേക്കിൻ്റെ മണമൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ് വെന്തോലി ഒന്ന്. അപ്പോൾ 2 കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാൻ അവിടെ ഒരു കേക്ക് മുറിച്ചൊന്ന് കാണിക്കാം. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒപ്പം ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കണേ.